ഹായ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ്. അപ്പോൾ കുടംപുളി ഇട്ട മീൻകറിയാണ് വെക്കുന്നത്. കോട്ടയം സ്റ്റൈലല്ല, കാഞ്ഞിരപ്പള്ളി സ്റ്റൈലെന്നൊക്കെ പറയാവേ. നമ്മുടെ അങ്ങോട്ട് മല്ലിപ്പൊടി ഇട്ട് ഈ മീൻകറി വെക്കുകയില്ല കേട്ടോ. നമ്മൾ ആദ്യം കടുകും ഉലുവയൊക്കെ പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പിന്നെ മുളക് പൊടി ഇട്ട് കുടംപുളി ഇട്ട് അങ്ങനെയാണ് മീൻകറി വെക്കുന്നത്. അപ്പോൾ ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരിയാണേലും പത്തനംതിട്ടയിലാണ് ജോലി സംബന്ധമായിട്ടൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ മീൻ പച്ചക്കറി വെക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാം, പല രീതിയിൽ വെക്കുന്നത്. ഞാനിതുവരെ വെച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. നമ്മുടെ അങ്ങോട്ടൊന്നും മല്ലിപ്പൊടി ഇട്ട് അങ്ങനെ വെക്കാറില്ലല്ലോ. അപ്പം ഞാനിപ്പോൾ കുടംപുളി ഇട്ട മീൻകറിയാണ് വെക്കുന്നത്. പിന്നെ തേങ്ങ അരച്ച് വെക്കുവേ, അല്ലാതെ വെക്കുന്നത് എനിക്കറിയത്തില്ല. ഇന്ന് നല്ല മത്തിക്കറി വെക്കാനാണ്. കഴിഞ്ഞ ദിവസം കിട്ടിയ മത്തിയുടെ ഇരിപ്പുണ്ട് കറി വെക്കാനായിട്ട്. അത് മത്തി കുടംപുളി ഇട്ട് വെക്കാനാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. എന്നാണേലും മീൻകറി വെക്കുന്നത് എൻ്റെ അമ്മ വെക്കുന്ന അത്രയും എനിക്ക് ഒട്ടും ഒക്കത്തില്ല. നമ്മുടെ അമ്മമാർ വെക്കുന്ന ടേസ്റ്റ് വേറെയല്ലേ. ഒരിക്കലും ഒരിടത്ത് പോയി കഴിച്ചാലും കിട്ടുകയില്ല. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് പറയുന്ന പോലല്ലേ. ഇവിടെ പത്തനംതിട്ട നമുക്ക് അത്യാവശ്യം പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട്. പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടെങ്കിലും ഒരു ദിവസം പന്നി കയറിപ്പോയെങ്കിൽ എല്ലാം നശിപ്പിച്ചിട്ടേ പോകുമല്ലേ. പന്നിശല്യം ഭയങ്കരമാണ് ഇവിടെ. പിന്നെ ഇവിടെ കണ്ടവും പാടമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ചെറിയ തോതിലൊക്കെ കൃഷിയും ചിലയിടത്തൊക്കെ നെൽകൃഷിയൊക്കെ ഉണ്ട്. ടൗണിലല്ല, ഉള്ളേരിയയിലോട്ടൊക്കെയാണ് കൃഷികളൊക്കെ ഉള്ളത്. നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലാണെങ്കിൽ ഇങ്ങനെ കണ്ടവും പാടമൊന്നും ഇല്ലല്ലോ, എല്ലാം റബ്ബറല്ലേ. ഇവിടെ വന്നാൽ പിന്നെയാണ് ഞാൻ ഈ കണ്ടത്തിലെ കൃഷികളൊക്കെ നന്നായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മുടെ മീൻ ചാറൊക്കെ വെട്ടി തിളച്ചിട്ടുണ്ട്. അതിനകത്തോട് നമ്മുടെ മത്തിക്കുട്ടന്മാരെയൊക്കെ പെറുക്കി ഇടാവേ. പിന്നെ ഇവിടെ കൊല്ലത്തു നിന്നുള്ള മീനാണ് കൂടുതൽ വരുന്നത്. പത്തനംതിട്ട ജില്ലയുടെ അടുത്തല്ലേ കൊല്ലമുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം ഫ്രഷ് മീനൊക്കെ നമുക്കിവിടെ കിട്ടാറുണ്ട്. വൈകുന്നേരം വരുന്ന മീനൊക്കെ നല്ല ഫ്രഷാണ്. അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട് ഇവിടെ. ആ മീനൊക്കെ പെറുക്കി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കറിവേപ്പില ഇടുവാണ്. എനിക്ക് കറിവേപ്പില ഇടുന്ന ഇത്തിരി പ്രാന്ത് കൂടുതലുള്ളതാണ്. അപ്പോൾ കറിവേപ്പിലയെല്ലാം തീരാറായി. ഇത് നമ്മുടെ മുറ്റത്ത് ഒരു കുഞ്ഞു തൈയുണ്ട്, അതിനെ പറിച്ചിട്ടതാണ്. അപ്പം ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരും. അത് ഫ്രിഡ്ജിൽ എനിക്ക് 1-2 മാസക്കാലമൊക്കെ നന്നായിട്ടിരിക്കും കേട്ടോ. വെള്ളമൊന്നും ഒട്ടും ഇല്ലാതെ നന്നായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലോ ഒരു കണ്ടെയ്നറിനകത്തൊക്കെ അടച്ചു വെച്ചാൽ 1-2 മാസമൊക്കെ കേടുകൂടാതിരിക്കുവേ. ഇങ്ങനെ മത്തിക്കറി അടുപ്പേ വെച്ച സമയം തന്നെ ഞാൻ വാഴയ്ക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തോരൻ വെക്കാനായിട്ട്. അപ്പോൾ അതുകൂടെ റെഡിയാക്കി എടുക്കുവാണ് ഇതിൻ്റെ കൂടെയേ. അപ്പം മത്തിക്കറിയും വാഴയ്ക്ക തോരനും ആണ് ഇന്നത്തെ ലഞ്ചിനുള്ളത്. പിന്നെ മത്തി വറുത്തതുമുണ്ട്. പിള്ളേർക്ക് കറിയെക്കാട്ടിൽ ഇഷ്ടം വറക്കുന്നതാണല്ലോ. അപ്പം മത്തി അവർക്ക് വേണ്ടിയിട്ട് വറുത്തിട്ടുമുണ്ട്. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്ത വാഴയ്ക്കയാണ്. ഇവിടെ ഞാൻ പിള്ളേർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പച്ചക്കറിയെ കൂടുതലും വെക്കാറുള്ളത്. അല്ലെങ്കിൽ വെറുതെ വേസ്റ്റായി പോവുള്ളൂ, ആരും കൂട്ടത്തില്ല. അവർ മീൻ മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം കൂട്ടി കഴിക്കും, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. പിന്നെ ഇത് പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് മത്തിയും വറക്കുന്നുണ്ട്. അവർക്ക് മീൻ കറിയെക്കാട്ടിൽ ഇഷ്ടം വറുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ ബൈ.